My beautiful souls, welcome back to my channel. But ഈ റീഡിംഗ് എൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യെസ്, ഈ റീഡിംഗ് അബ്സല്യൂട്ട്ലി എൻ്റെ ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ആർക്കാണോ എൻ്റെ എനർജി അത്ര ഇൻറ്റൻസിലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, മാച്ച് ചെയ്യാൻ സാധിക്കുന്നത്, ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് അത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ആ ഒരു എനർജി ഉണ്ട്, ആ ഒരു സ്പാർക്ക് ഉണ്ട്, ഫയർ ഉണ്ട്, റൈറ്റ്? സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ ഏരിയാസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗൈസ്, യു ആർ മൈ പീപ്പിൾ ആൻഡ് ഈ എനർജി നിങ്ങളുടെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്. എസ്പെഷ്യലി ഇഫ് യു തിങ്ക് യു ബോണ്ട് ടു ഇൻസ്പയർ ദ വേൾഡ്, യു ബോണ്ട് ടു ക്രിയേറ്റ് ആൻ ഇൻക്രെഡിബിൾ ലൈഫ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈ വിഷനുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ആംബിഷൻ, നിങ്ങളുടെ പേർപ്പസ് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സ്ട്രഗിൾ നിങ്ങളൊരു സ്ട്രഗിൾ ആയിട്ട് കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു കാര്യം നിങ്ങളെ ഡീപ്പായിട്ട് അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ് അത്, നിങ്ങളുടെ ഒരു ഏറ്റവും ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ് അത് നിങ്ങളെ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ട് എടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ലൈഫ് കാണുന്ന, അത്രയും പാഷനേറ്റ് ആയിട്ട് ലൈഫ് കാണുന്ന ആളുകളാണ്, ആ കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്കില്ലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ എൻകറേജ്മെന്റ് ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ആണ്, നിങ്ങളുടെ എനർജിയാണ് ഈ വീഡിയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ട്, നിങ്ങൾ അത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ ഗായ്സ്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗായ്സ്, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഈവൻ അത് നിങ്ങളെ ട്രിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും. എന്തുകൊണ്ടാണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങളായിട്ട് നിൽക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? നിങ്ങളുടെ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു അസ്വസ്ഥത തരുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജലസ് ഉണ്ടാക്കുന്നതും, നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ആളുകളാണ്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇതെന്ത് ഹെവി ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും, ദിസ് മെസ്സേജ് ഇസ് അബ്സല്യൂട്ട്ലി ഫോർ യു. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, സോ കമോൺ ഗൈസ്, മൈ പീപ്പിൾ, ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എൻ്റെ ആളുകൾക്ക്, എൻ്റെ എനർജി കണക്ട് ചെയ്യുന്ന ആളുകൾക്ക്, എൻ്റെ എനർജി മാച്ച് ചെയ്യുന്ന ആളുകൾക്കുള്ള ഇൻസ്പയറിംഗ് മെസ്സേജ് ഫ്രം മൈ സ്പിരിറ്റ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ സമയത്ത് ഗ്രോ ചെയ്യേണ്ടത്. സി, ക്രൗൺ ചക്ര, കമോൺ ഗൈസ്, ഇറ്റ്സ് എ ഹ്യൂജ് കൺഫർമേഷൻ ഫോർ യു. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ്, ശരീരം, നിങ്ങളുടെ പൊസിഷനാണ്. ഓക്കെ, എസ്പെഷ്യലി ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, ആർക്ക് നിങ്ങൾ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നു, എവിടെ നിങ്ങൾ നിൽക്കുന്നു. ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതിന് മുൻപ് തന്നെ, നമുക്ക് ചില കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാം നമ്മൾ ഇങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നുള്ളത്. ലൈക്ക് ഷാരൂഖ് ഖാൻ, ബിഫോർ അയാളൊരു ആക്ടർ ആവുന്നതിന് മുൻപ് തന്നെ അയാൾ പ്രിറ്റൻഡ് ചെയ്ത് നടക്കുകയായിരുന്നു. അയാൾ ഓൾറെഡി ജീവിക്കായിരുന്നു, ഞാനൊരു ആക്ടർ ആണെന്നുള്ള രീതിയിലാണ്. ആളുടെ ജസ്റ്റേഴ്സും, ആളുടെ സംസാര രീതിയും, ആളുടെ ഡ്രസ്സിങ്ങും എല്ലാം അങ്ങനെയാണ്. അത്രയൊരു ലിമിറ്റേഷനിൽ നിന്നിട്ട് അയാൾക്ക് ആ ഒരു പറ്റുന്ന രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നടക്കുന്ന ആളാണെന്നാണ് പറയാം. അങ്ങനെയാണ് അറിയപ്പെടുന്നത് അയാളുടെ ഒരു മൂവിയിലേക്കൊക്കെ വരുന്നതിന് മുൻപുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രയൊരു ആഗ്രഹം കൊണ്ട് അത് പ്രിറ്റൻഡ് ചെയ്ത് അത് ഗ്രാജുവലി പിന്നീട് അത് അങ്ങനെ വന്ന് എന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു പേർപ്പസ് ആ ഒരു സോളിന് ഓൾറെഡി ഉള്ളതായിരിക്കാം. ഓക്കെ, സോ ചില ആഗ്രഹങ്ങള് എവിടുന്നാ വന്നതെന്ന് പോലും നമുക്ക് അറിയില്ല, അല്ലെ? നമുക്ക് ചില ഇഷ്ടങ്ങൾ എവിടുന്ന് സംഭവിച്ചു, എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി എന്നുള്ളത് നമുക്ക് അറിയില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, അത് നമ്മുടെ സോൾ എത്തിപ്പെടേണ്ടതായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോളിന്റെ പേർപ്പസ് ആണ് നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് അതാണ് നമ്മുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹങ്ങള്,
പേർപ്പസ്, ലക്ഷ്യങ്ങൾ, നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ലെസൺ, നമ്മളുടെ അച്ചീവ്മെന്റ്സ്, നമ്മളൊരു ജെന്യൂൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നമുക്ക് എക്സ്റ്റേണലി കാണുന്ന കാര്യങ്ങൾ കണ്ട് നമുക്കും തോന്നും, ഓ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വേണം എന്നുള്ളത്, അല്ലെ? സോ അത് നമുക്കൊരു ജെന്യൂൻ ഡിസയർ എന്ന് പറയാൻ പറ്റില്ല എന്ന് കരുതി അത് നമുക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ഒന്നുകിൽ നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത് നമുക്ക് പുറമെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ കണ്ട് ഇൻസ്പയർ ആയിട്ട്, ബട്ട് ചില കാര്യങ്ങൾ നാച്ചുറലി നമ്മളുടെ ഉള്ളിലുള്ള കാര്യമാണ്. ഓക്കെ, സോ എങ്ങനെ ഞാൻ ടാരോട്ട് റീഡിങ്ങിലേക്ക് വന്നു, എങ്ങനെ ഞാനൊരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വന്നു, എങ്ങനെ ഞാനൊരു ഇൻഫ്ലുവൻസറായി, എങ്ങനെ ഞാനൊരു ലൈഫ് കോച്ചിങ്ങിലേക്ക് വന്നു, ഇതൊക്കെ ഓൾറെഡി ഈവൻ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്നതിന് മുൻപ് തന്നെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ എൻ്റെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ അതിനനുസരിച്ചിട്ട് എൻ്റെ പല പ്രവൃത്തികളും അതിനനുസരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 4-5 വയസ്സുള്ള സമയത്ത് വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്, അല്ലെ? സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സോളാണ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മിഷനുള്ള ആളുകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫ്രീഡം വേണ്ട ആളുകളാണെന്നുള്ളത്, അല്ലെ? സോ അങ്ങനത്തെ ആളുകൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ കംപ്ലൈന്റ് ആയിട്ടല്ലേ കാണുക. എൻ്റെ ലൈഫിൽ എന്തിനിങ്ങനെ സംഭവിച്ചു, എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെയായി, എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്തിനിങ്ങനെയായി, അല്ല. അങ്ങനത്തെ പ്ലേസിലൊക്കെ എത്ര സ്ട്രഗിൾ, എത്ര ചാലഞ്ചസ് ലൈഫ് തരുന്ന സമയത്തും നിങ്ങൾ അതിനെ കേപ്പബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ബിക്കോസ് ഗൈസ്, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്താണോ നിങ്ങൾ ഈ സമയത്ത് ലാക്ക് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്, അതിന്റെ പ്രോസ്പെരിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് തേടി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിസ്സിങ്സ്, അത് നിങ്ങൾ വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാത്ത സമയത്താണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മിസ്സിങ്സ് അനുഭവപ്പെടുന്നത്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ നഷ്ടമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഇല്ലായ്മയായിട്ട് തോന്നുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ സ്നേഹിക്കപ്പെടാനും സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഒരു എക്സാമ്പിൾ പറയാണ്, ഓക്കെ, ആ ഒരു സ്നേഹമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഒരു സമയത്ത്, റൈറ്റ്? ബട്ട് അത്രയും നിങ്ങൾക്കറിയാം, ഓക്കെ, നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്ന് ഉണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾ എത്ര ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സ്നേഹിക്കാൻ, അല്ലേ? റൈറ്റ്? സ്നേഹം കൊടുക്കാൻ, റൈറ്റ്? അത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കഴിവാണ്, നിങ്ങളുടെ ഉള്ളിലൊരു പ്രോസ്പെരിറ്റി ആണ് അത്, റൈറ്റ്? അത് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ ഒരു ഫ്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെന്യൂൻ ഇൻറ്റൻഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക, അതിനെ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കാം, റൈറ്റ്? സോ ചില കാര്യത്തിൻ്റെ ഒരു പ്രോസ്പെരിറ്റി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് സമ്പത്തായിക്കോട്ടെ, അത് ഫെയിം ആയിക്കോട്ടെ, അത് ചില തിരിച്ചറിവുകളായിക്കോട്ടെ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സ്നേഹമായിക്കോട്ടെ, നിങ്ങളുടെ ചില ടാലൻസ് ആയിക്കോട്ടെ, അതിൻ്റെ സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളത് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കിണർ കുഴിച്ചെടുക്കുന്നത് പോലെയാണ്. നിങ്ങളത് പുറത്തല്ല അന്വേഷിക്കേണ്ടത്. കമോൺ ഗൈസ്, നിങ്ങളത് പുറത്തല്ല അതിൻ്റെ ഒരു വാലിഡേഷൻ നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ആളുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളിത് കുറേ കൊടുക്കുന്നു, നിങ്ങൾ കുറേ ചെയ്തു കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ, ബട്ട് എക്സ്റ്റേണലി നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല, അല്ലെ? ആളുകൾ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ കഴിവുകളായിക്കോട്ടെ, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ സ്നേഹം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, റൈറ്റ്? സോ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. കിണർ കുഴിക്കുന്നത് പോലെ, കിണർ പുറത്തേക്കല്ല കുഴിക്കുക, അല്ലെ? ഉള്ളിലോട്ടാണ് കുഴിക്കുക. നിങ്ങൾ എത്ര ഡീപ്പായിട്ട് നിങ്ങൾ അങ്ങനെ കുഴിച്ച് നോക്കുന്നോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സമൃദ്ധി എന്താന്നുള്ളത്, നിങ്ങളുടെ ഉള്ളിലെ കഴിവ് എന്താന്നുള്ളത്. അങ്ങനെ നിങ്ങളെ പറ്റിയിട്ട് അവെയർ ആവുന്ന സമയത്താണ് എങ്ങനെയാണ് അത് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുക. അങ്ങനെ നിങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്ന സമയത്ത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുമോ? ഡെഫിനറ്റ്ലി അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ബട്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന മേജർ ഷിഫ്റ്റ് എന്താണ്? നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ പറ്റുന്ന, അത് വാല്യൂ ചെയ്യുന്ന പ്ലേസിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വില മനസ്സിലാക്കാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ ഇനി എന്തൊക്കെ കഥകൾ പറഞ്ഞാലും, എന്തൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും അവർക്കത് കല്ല് തന്നെയാണ്, അല്ലേ? സോ
നിങ്ങളെ മനസ്സിലാക്കുന്ന, ഒരു ഡയമണ്ടിന്റെ വാല്യൂ എന്താന്ന് മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ അവർ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ആ ഒരു മഹിമ കണ്ട്, നിങ്ങളുടെ ആ ഒരു ചേഞ്ച് കണ്ട്, നിങ്ങളുടെ ആ ഒരു കഴിവ് കണ്ട്, നിങ്ങളുടെ ആ ഒരു സ്പാർക്ക് ലൈറ്റ് കണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല കാര്യത്തിലും കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ പുറമെ ഫിക്സ് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, മൈ പീപ്പിൾ, നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനം ഉള്ള ആളുകളാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഭൂമിയെ ദൂരത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ചൈന വൻമതിലൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അന്റാർട്ടിക്കൊക്കെ കാണാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെ, എത്ര ക്രൗഡിലേക്ക് നോക്കുന്ന സമയത്തും നിങ്ങളെ നോട്ടീസ് ചെയ്യപ്പെടുന്ന പൊസിഷനിലോ അത്രയൊരു റെക്കഗ്നേഷനോ നേടിയെടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ബട്ട് ഇപ്പൊ അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല ചില ആളുകൾക്ക്. ബിക്കോസ് നിങ്ങളെ കൂടുതൽ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിറ്റുവേഷൻ, ആളുകളിലേക്ക്, സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് അവിടെ എത്തിച്ചെല്ലാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യൂണിക്നെസ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹെൽത്തി സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ആരെന്തൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് നിങ്ങളെ ഫെയ്ഡ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളെ കൂടുതൽ ആസ്വദിക്കേണ്ട ഒരാളാണ്. നിങ്ങൾ നല്ലൊരു എന്റർടൈനർ ആണ്, നിങ്ങൾ നല്ല ഒരു ലിസണർ ആണ്, നിങ്ങൾ നല്ല ഒരു പ്രൊവൈഡർ ആണ്, നിങ്ങൾ നല്ലൊരു ലൈക്ക് ഗിവർ ആണ്, നല്ല ഒരു റിസീവറും കൂടിയാണ്. എന്താണ് നല്ല റിസീവർ എന്ന് പറയുന്നത്? നിങ്ങൾ സന്തോഷിപ്പിക്കാൻ ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കാം, ചെറിയ ചെറിയ എഫേർട്സ് മതിയായിരിക്കാം. സീ, കം ഓൺ ഗൈസ്, സീ, ലവ് ബിഗിൻസ്. 7-1. ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലവ്, സ്നേഹം കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സ്നേഹം ഒരു വേദനയായിട്ട് കാണരുത്. നിങ്ങൾ എപ്പം ആ ഒരു സ്റ്റോറി ചേഞ്ച് ചെയ്യുന്നോ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് റിലേഷൻഷിപ്പിൽ മാത്രം എന്നുള്ളതല്ല. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെ ആലോചിച്ച് നിങ്ങൾ ദുഃഖിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ്, സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. അത് ആക്ച്വലി നിങ്ങളെ ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി പ്രോസ്പെരിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ ഒരു സമൃദ്ധി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ അത്ര ഇൻക്രെഡിബിൾ ആയിട്ട് സ്നേഹിക്കേണ്ടതുമായിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, സോ അത് നിങ്ങൾ കൂടുതൽ ഓക്കെ, മേ ബി ലൈക്ക് ലൈഫിന്റെ പല സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് അത് ഫെയ്ഡ് ആയിട്ടുണ്ടായിരിക്കണം, അത് ഡിസ്ട്രോയ് ആയി പോയിട്ട് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം, അത് നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് ഗൈസ്, നിങ്ങൾക്ക് എല്ലാ പവറും ഉണ്ട്, എല്ലാ ഫ്രീഡും ഉണ്ട് നിങ്ങളുടെ ആ ഒരു ജെന്യൂൻ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ഓത്തന്റിക് പ്ലേസിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സോ ശരീരമോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തോന്നുകയാണ് കളങ്കപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ചില പ്ലേസിൽ പോകുന്ന സമയത്ത്, ചില ആളുകളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവും, അല്ലെ? ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അതിൽ പല പല കളറുള്ള വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ആയി പോയിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫ്. ചില ആളുകളുടെ ലൈഫ് സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. ബട്ട് അഗെയിൻ നിങ്ങൾക്കത് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ്, നിങ്ങൾ സ്വയം ഹീലർ ആണ്. ഓക്കെ, സോ സ്വയം കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. ബിക്കോസ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോസ്പെരിറ്റിയിൽ ഒന്നെന്ന് പറയുന്നത് അനന്തമായിട്ടുള്ള ഒരു സ്നേഹമാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്കതൊരു കുറവല്ല, നിങ്ങളുടെ ലൈഫിൽ അത് കുറവല്ല. ഓക്കെ, അതിൻ്റെ ഒരു ഉറവ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഒരു വറ്റാത്ത കിണർ നിങ്ങളുടെ ഉള്ളിലുണ്ട്, വെള്ളം. ഓക്കെ, ആ ഒരു ഫ്ലോ ഡെഫിനറ്റ്ലി ഉണ്ട്, കണക്ട് ചെയ്യാ വാട്ടർ. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ സ്നേഹം കൊണ്ട് അറിയപ്പെടേണ്ട ആളുകളാണ്, നിങ്ങളുടെ ലവ്, നിങ്ങളുടെ റൊമാൻറ്റിക്, നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ട് അറിയപ്പെടേണ്ട ആളുകളാണ് നിങ്ങൾ. അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്
ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ലൈഫ് ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫാമിലി ക്രിയേറ്റ് ചെയ്യുക, വീട് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ആളുകൾക്ക് ഓരോരോ ഇൻറ്റൻഷൻ ആയിരിക്കാം. ബട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ പേർപ്പസ്, ലൈഫ് സിറ്റുവേഷൻ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിന്റെ വാട്ട് ഐ കൻ സീ ഈസ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഹോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്കത് ഈ ഒരു സമയത്ത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടെ ഒരു മഹിമ മനസ്സിലാക്കുന്ന സമയത്ത്, നിങ്ങളെ വേണ്ട രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് ക്ലെൻസ് ചെയ്ത് വരുന്ന സമയത്ത്, നിങ്ങൾ പോലും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എവിടെ നിന്നാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു കാര്യം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണ്ടി വരുന്നുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ, റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ് ആയിട്ടുള്ള പേർപ്പസ് നിങ്ങളിലേക്ക് അലൈൻഡ് ആയിട്ട് വരിക. ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു ജോബ് വേണം, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, നിങ്ങൾക്കറിയില്ല അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ബട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ആ കാര്യങ്ങൾ ചെയ്ത് വരുന്ന സമയത്താണ് ഫൈനലി നിങ്ങൾ എക്സാക്ട്ലി എന്താണോ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുക അത് നിങ്ങൾ കണ്ടെത്താൻ സാധിക്കാം. അവിടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ബട്ട് മൈ പീപ്പിൾ, നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി, നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് എന്ന് പറയുന്നത് അത് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി. ഓക്കെ, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു ഇൻറ്റൻസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു ജെന്യൂനിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ് മൈ പീപ്പിൾ, വാട്ട് യു നീഡ് ടു ഹിയർ. ഓക്കെ, സോ പ്രോബബ്ലി ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഇവിടെ അല്ല നിൽക്കേണ്ടത്, എനിക്ക് ഇതല്ല വേണ്ടത്, ഞാൻ ഇങ്ങനെയല്ല ആവേണ്ടത് എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ബട്ട് എന്തിലേക്ക് വന്നാൽ എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റേജിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. ഏത് ചൂസ് ചെയ്യണം, ആര് ചൂസ് ചെയ്യണം, എവിടുന്ന് എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ എവിടേക്ക് പോകണം എന്നുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കണം അല്ലേ. സോ അത് നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ സ്വഭാവത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇന്റേണൽ എക്സ്റ്റേണൽ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെ. എന്ത്, എങ്ങനെ, എവിടെ എന്നുള്ള കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. സോ അങ്ങനെ ചില ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കണം അല്ലെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുകൊടുക്കേണ്ടത്? ഗൈസ് ലിസൺ ദിസ് വെരി കെയർഫുള്ളി. നിങ്ങൾ ഈ സമയത്ത് വിട്ടുകൊടുക്കേണ്ടത് എന്താണോ നിങ്ങളുടെ മൂവ്മെന്റ്സ് ബ്ലോക്ക് ചെയ്യുന്നത്, എന്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്താണോ നിങ്ങൾ നടക്കുന്നുണ്ട്, സമയം പോകുന്നുണ്ട്, കാലം പോകുന്നുണ്ട്, ബട്ട് ഇവിടെ മാത്രം ഒരു അനക്കം ഉണ്ടാവുന്നില്ല. റൈറ്റ്, നിങ്ങൾ നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നേരെയാണ് പോകുന്നത് എന്നുള്ളത്. ബട്ട് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നടക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കണം, നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം, പക്ഷേ ആ ഒരു സർക്കിളിൽ മാത്രമായിട്ട് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്, സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന എന്തും കാര്യം ആയിക്കോട്ടെ, നിങ്ങളൊന്ന് കുറച്ച് സമയമായിട്ട് നിങ്ങൾ പോകുന്ന ഇതുപോലുള്ള ലൈഫിന്റെ ഒരു മേജർ ഇവന്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഫോക്കസ് എവിടേക്കാണ് പോകുന്നത്, എന്തിലേക്കാണ് പോകുന്നത്, ആരെയിലേക്കാണ് പോകുന്നത്, അത് നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ഒരു കാര്യം ആയിക്കോട്ടെ, കം ഓൺ ഗൈസ്, യു ആർ മൈ പീപ്പിൾ അല്ലേ, യു ആർ മൈ പീപ്പിൾ. സോ യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെടുത്ത് സാക്രിഫൈസ് ചെയ്യണം, വിട്ട് കളഞ്ഞേക്കോ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളെക്കാൾ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര എക്സ്ട്രീം ആയിട്ട് സന്തോഷം, ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള എനർജിയാണ്. നിങ്ങളാണ് അതത്ര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത്, നിങ്ങളാണ് അതിനെ അത്രയും അവേക്കൻ ആക്കിയിട്ടുള്ളത്, നിങ്ങളാണ് അത്രയും അതിനെ സ്പെഷ്യൽ ആക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. സോ എന്താണ് മൂമെന്റ്സ് ഇല്ലാത്തത്, എന്താണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത്, സാക്രിഫൈസ് ഇറ്റ്. ബിക്കോസ് അത് നിങ്ങളുടെ ബേർഡൻസ് കുറയ്ക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ ബേർഡൻസ്, എനർജറ്റിക്കൽ ആയിട്ടുള്ള ബേർഡൻസ്, നിങ്ങളുടെ കൺഫ്യൂഷൻ, ഇമോഷണൽ ബേർഡൻസ് ഒക്കെയാണ് അവിടെ കുറയ്ക്കുന്നത്. നിങ്ങളുടെ ശരീരം കുറെ കൂടെ ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങും ആ ഒരു സമയത്ത്. ഓക്കെ, ട്രസ്റ്റ് മീ ഗൈസ്, ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുക. ആ ഒരു സമയത്താണ്
നിങ്ങൾക്ക് ലൈക്ക് എക്സാക്ട്ലി എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങാം. ചില കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എന്ത് ഇമോഷൻ ആണോ, ആരെയാണോ, എന്താണോ, നിങ്ങളുടെ ജോബോ, നിങ്ങളുടെ ചില സിമ്പതി എംപതി കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് എഫേർട്ട് കൊടുത്തു, ഒരുപാട് ചേഞ്ച് ആക്കാൻ നോക്കി. ഒരാൾക്ക് ഒരു 10 ചാൻസെങ്കിലും നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പല തവണ നിങ്ങൾ പല പല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾ അത്രയൊരു പേഷ്യൻസ് ചില കാര്യത്തിനോട് കാണിച്ചിട്ടുണ്ട്, അത്രയും എഫേർട്ട് കാണിച്ചിട്ടുണ്ട്. അത് വസ്തുക്കളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, ആളുകളായിക്കോട്ടെ. അത് ലൈക്ക് ഐ നോ, ലൈക്ക് അത് നിങ്ങൾക്ക് അത്രയൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിനോട് ആ ഒരു സിമ്പതി എംപതി കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് ലൈക്ക് പ്രോബബ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റിലീസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ ഗൈസ്, യു ആർ മൈ പീപ്പിൾ, റൈറ്റ്? സോ ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയം അത്രയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സ് അത്രയും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടതിലോ, നഷ്ടപ്പെടുന്നതിലോ, നഷ്ടപ്പെടുത്തേണ്ടി വരുന്നതിലോ, വിട്ട് കളയേണ്ടി വരുന്നതിലോ നിങ്ങൾക്ക് ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മനപ്രയാസമാക്കി നിങ്ങൾ എടുക്കരുത്. Okay, always tell yourself, I am an incredible creator. So നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു അഫർമേഷൻ അതാണ്. ഓക്കെ, സോ ചില നഷ്ടങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളല്ല എന്ന് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. യെസ്, അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. ചില ഇമോഷണൽ ലോസസ്, ചില നഷ്ടങ്ങൾ, ചില കാര്യങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഫിസിക്കലി സ്റ്റേബിൾ ആവുക. ബിക്കോസ് എത്ര ആളുകൾ നിങ്ങൾ പറയും, നിങ്ങൾ ശാരീരികപരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ട്, ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, നിങ്ങളുടെ മനസ്സ്, ശരീരം അത്രയും, നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ നമ്മൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ശരീരത്തിലെ ഹോർമോണും ചേഞ്ച് ചെയ്യാൻ തുടങ്ങുക അല്ലെ. ശരീരത്തിന് തടി കൂടുക, മെലിയുക, വീക്കായി പോവുക, ടയേർഡ് ആവുക, മടി വരിക, ഒന്നും ചെയ്യാൻ പറ്റാതായിട്ട് വരിക, ഒന്നും ചെയ്യാൻ തോന്നാതായിട്ട് വരിക. കമോൺ ഗൈസ്, നിങ്ങൾ അങ്ങനെയാണോ പോകുന്നത്? അങ്ങനത്തെ സിറ്റുവേഷനിലാണോ പോകുന്നത്? സോ അപ്പം നിങ്ങൾ ആ സമയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തരുന്നത്, അതിനോട് ഒരു ഇമോഷൻസും നിങ്ങൾ കാണിക്കേണ്ട. ട്രസ്റ്റ് മീ, ഒരു ഇമോഷൻസും കാണിക്കേണ്ട. നിങ്ങൾക്ക് അതൊരു നഷ്ടമല്ല, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. മേ ബി ലൈക്ക് ഓക്കെ, ഇപ്പൊ നിങ്ങൾ നഷ്ടമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം, ഓക്കെ, ഇപ്പൊ നിങ്ങൾ അത് എന്താണെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്, വിട്ട് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതിൽ ഒരു വളരെ ലീസ്റ്റ് കെയർ നിങ്ങൾ കൊടുക്കുക. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഒരു ടൈമിൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആവുന്ന സമയത്ത്, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി നിങ്ങൾ നിങ്ങളുടെ സ്ഥായി ആയിട്ടുള്ള പ്ലേസിലേക്ക് വരുന്ന സമയത്ത്, അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം വീണ്ടും നിങ്ങൾക്ക് ഒരു ഓഫർ ആയിട്ട് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ തരാന്ന് വന്നാലും നിങ്ങൾ ഇതെടുക്കില്ല. ചില ആളുകൾ, ട്രസ്റ്റ് മീ, ചില കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് വിട്ട് കളയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ്, നിങ്ങൾക്കുള്ളൊരു നഷ്ടമാണെന്ന് വിചാരിക്കും. അല്ല, അത് വീണ്ടും തിരിച്ചു വരും. ബട്ട് ചില ആളുകൾക്ക് ട്രസ്റ്റ് മീ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് നിങ്ങൾ എത്ര നിങ്ങളെ ഇങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരുന്നോ, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു ഓത്തന്റിക് ലെവലിലേക്കാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ അവിടെ മാറ്റങ്ങൾ വരും. സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡിൽ കംപ്ലീറ്റ്ലി ചേഞ്ചസ് വരും. പിന്നീട് ഇത് നിങ്ങൾ എടുക്കില്ല. ഓക്കെ, ഇത് തിരിച്ചു വന്നാലും നിങ്ങൾ എടുക്കില്ല. ബിക്കോസ് ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ഒരു റൈറ്റ് പ്ലേസിലേക്ക്, നിങ്ങളുടെ ഒരു റൈറ്റ് സിറ്റുവേഷനിലേക്ക്, നിങ്ങളുടെ ഒരു ഇൻക്രെഡിബിൾ ലൈഫ്, നിങ്ങളുടെ ഒരു ഇൻക്രെഡിബിൾ പവർ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സി ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഗ്രൂപ്പ് നമ്പർ, ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ലോസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതായത് ചില ആളുകളുമായിട്ട് സെപ്പറേറ്റ് ആവുന്ന ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചില ജോബ് നിങ്ങൾ വിട്ടുകളയാണ്, ചില ആളുകള് മേ ബി ലൈക്ക് ഇമോഷണലി, ഫിസിക്കലി ചില ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് നഷ്ടമായിട്ടുണ്ടായിരിക്കണം അല്ലെ. ചില മെമ്മറീസിന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവാണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതിലേക്ക് നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ലൈക്ക് നമുക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടില്ലേ ജീവിതത്തിൽ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു യാത്രയിൽ നമ്മൾ പരിചയപ്പെടാറില്ലേ. ചില ആളുകളോട് വലിയൊരു ബന്ധമായിരിക്കാം നമുക്ക് അല്ലെ എന്ന് കരുതി നമ്മൾ അവരുടെ കൂടെ പോകേണ്ട ആളുകൾ എന്നുള്ളതല്ല. പക്ഷെ ആ ഒരു യാത്ര അത്രയും മനോഹരമാക്കി തന്നിട്ടുള്ള ആളുകളായിരിക്കാം അത് അല്ലെ. ഈവൻ അത് നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, ചില സമയത്ത് നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ജീവിതഘട്ടത്തിൽ അവര് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്യേണ്ട ആളുകളാണ്. സോ ഒരു സമയം കഴിയുന്ന സമയത്ത് നമുക്ക് അവരെ ശാരീരികപരമായിട്ടോ, മാനസികപരമായിട്ടോ, വൈകാരികപരമായിട്ടോ നമുക്ക് അവരെ വിട്ടു പോകേണ്ടി വരും. ഓക്കെ, സോ ചില ആളുകൾ അങ്ങനത്തെ ഒരു പെയിനിലൂടെയാണ് പോകുന്നത്.
അങ്ങനത്തെ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് സെറ്റിൽ ആവും. ഓക്കെ, ഈ ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒന്നുകിൽ അത് സെറ്റിൽ ആവും, പിന്നെ നിങ്ങൾ അവരെ വീണ്ടും കണ്ടുമുട്ടുന്ന സമയത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസിൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്തായിരിക്കാം ഇവർ ഇനിയും നിങ്ങളുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രയാസോ ഈ ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു സമയത്ത് വേണമെന്ന് തോന്നിയത് നിങ്ങൾക്ക് വേണമെന്ന് തോന്നില്ല. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്. ബിക്കോസ് ഈ സമയത്ത് നിങ്ങൾ പല ആളുകൾ അനുഭവിക്കുന്നത് ആ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിങ്സും, ചില കാര്യത്തിനോട് നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ചില ഇമോഷണൽ ലോസസ് ഉണ്ടായിരിക്കണം, ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നുണ്ടായിരിക്കണം, സാക്രിഫൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. വൈ യു ആർ ഇൻക്രെഡിബിൾ സോൾ, യു ഹാവ് യുവർ ഓൺ ലൈഫ് മിഷൻ, യു ഹാവ് യുവർ ഓൺ ഇൻക്രെഡിബിൾ ലൈഫ് ജേർണി ഗൈസ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സോൾ നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ എത്ര വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണെന്നുള്ളത്, നിങ്ങൾ എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു സ്വാതന്ത്ര്യം വേണ്ട ആളുകളാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ആനന്ദം വേണ്ട ആളുകളാണ്. സന്തോഷം ഉണ്ടാവണം, നിങ്ങളുടെ പ്രവൃത്തി അവിടെ ആക്ടിവേറ്റ് ആക്കണം. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും. ആൻഡ് ഈ സമയത്താണ് നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആളുകൾ, സിറ്റുവേഷൻ, നിങ്ങളെന്ന വ്യക്തിയെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈവൻ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഡേ ഡ്രീം പോലെ, ഒരു ഫാന്റസി പോലെ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സൈൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ, പ്രയാസങ്ങളായിക്കോട്ടെ, അത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻക്രെഡിബിൾ വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെയാണ് നിങ്ങൾ ഓരോ മാറ്റങ്ങളും ഓരോ നഷ്ടങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഫൈനലി എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ ആ ഒരു ഡീപ്പസ്റ്റ് ഡിസയർ ആണ് നിങ്ങൾക്ക് കണ്ടെത്താനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും അതിലേക്ക് അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കാം. റിലേറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ യൂസ് ദ പവർഫുൾ അഫർമേഷൻ ദാറ്റ് ഐ ആം ആൻ ഇൻക്രെഡിബിൾ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ്.